എന്തുകൊണ്ടാണ് നമ്മൾ 21 ദിവസം 41 ദിവസം അതേപോലെ തന്നെ 90 ദിവസമൊക്കെ വ്രതം അനുഷ്ഠിക്കണേന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഹൈന്ദവ മതത്തിൽ 41 മണ്ഡലകാലമൊക്കെ പറയുന്നുണ്ട്. ശബരിമലയ്ക്കൊക്കെ നോയമ്പെടുക്കുന്ന സമയമൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ ദിവസങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച. സൈക്കോ സൈബർനെറ്റിക്സ് എന്ന് പറയുന്ന ബുക്കിൽ മാക്സ്വെൽ മാൾസ് എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റാണ്. അതിലുപരി അദ്ദേഹം ഒരു പ്ലാസ്റ്റിക് സർജനാണ്. അദ്ദേഹം നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ കുറിച്ചിട്ടുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട്. നമ്മളുടെ ബ്രെയിനിൽ ഒരു പുതിയ ശീലം രജിസ്റ്റർ ആവാൻ ശരിക്കും പറഞ്ഞാൽ 21 ദിവസം വേണം എന്നാണ് ഏകദേശം. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടുള്ള ക്ലയൻസിനെ അദ്ദേഹം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അതായത് ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യുമ്പോൾ നമ്മളുടെ ഫേസ് മാറുമല്ലോ. മാറുമ്പോൾ നമ്മൾ ഒരു മിററിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ അത് നമുക്ക് ഉള്ളിൽ നമുക്ക് തന്നെ രജിസ്റ്റർ ആവണമല്ലോ, ഇത് നമ്മുടെ ഫേസ് ആണെന്നുള്ളത്. അങ്ങനെ രജിസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് ശരിക്കും 21 ദിവസം വേണം. അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സിനെയൊക്കെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല കേട്ടോ, നമ്മളുടെ ഭാരതത്തിൻ്റെ പൈതൃകത്തിൽ ആയുർവേദത്തിലൊക്കെ 21 ദിവസത്തിൻ്റെ ചികിത്സാ പദ്ധതിയൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ തലച്ചോറിലെ ന്യൂറൽ പാത്ത് വേനെ പുതിയൊരു രീതിയിലേക്ക് മാറ്റിമറിക്കാൻ നമുക്ക് ഏകദേശം 21 ദിവസത്തെ പരിശീലനം വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. 21 ദിവസം അങ്ങനെ വ്രതം എടുക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പുതിയൊരു പാറ്റേൺ ക്രിയേറ്റ് ആവും. നല്ല ഭക്ഷണ ശൈലി കൊണ്ടും ചിട്ടയായ ജീവിതക്രമം കൊണ്ടും നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിനൊക്കെ പുറന്തള്ളാൻ സാധ്യതയുണ്ട്. നമ്മുടെ സെൽസൊക്കെ റിപ്പയർ ആവാൻ സാധ്യതയുണ്ട്. കോശങ്ങളൊക്കെ നന്നാവാൻ സാധ്യതയുണ്ട്. അതുവഴി നമുക്ക് കുറേയും കൂടി ഏകാഗ്രത കിട്ടും. ഷുഗറിൻ്റെ അളവും അതേപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ കുറയാനൊക്കെ സാധ്യത ഈ സമയം കൊണ്ടുണ്ടാവും. ഇനിയിപ്പോൾ 41 ദിവസത്തിൻ്റെ കണക്കാണ്. അത് ഈ സോളാർ ഇയറും ലൂണാർ ഇയറും തമ്മിലുള്ള കുറച്ച് കണക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സൂര്യനെ ഭൂമി വലയം ചെയ്യാൻ 365 ദിവസവും 5 മണിക്കൂറാണ്. അതേപോലെ തന്നെ ചന്ദ്രൻ ഭൂമിയെ വലയം ചെയ്ത് വരാൻ ഏകദേശം 29.5 ദിവസം പിടിക്കുന്നതാണ്. ഈ 29 ദിവസത്തെ 12 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും കിട്ടും 354 എന്നുള്ളതാണ്. ഈ 354ഉം 365 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം 11 ദിവസമാണ് വരുന്നത്. ഓരോ 3.5 വർഷം കൂടുമ്പോഴും ഈ വ്യത്യാസം ഏകദേശം 30 ദിവസത്തോളം, അതായത് ഒരു മാസത്തോളം ഉണ്ടാവും അത്രേ. അതിൻ്റെ കൂടെ പ്ലസ് ആ 11 കൂടി കൂട്ടുമ്പോൾ 41 ദിവസം. അടുത്തത് 90 ദിവസമാണ്. 90 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസമാണ് അതിൻ്റെ കണക്ക്. ഒരു ഋതു മാറുന്ന കണക്കും 90 ദിവസമാണ്, അല്ലെങ്കിൽ ഒരു 3 മാസമാണ്. അതുകൊണ്ടാണ് ഈ 21, 41, 90 ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്, അങ്ങനൊരു കണക്ക് വരുന്നത്. അപ്പം എല്ലാവരും 21 ദിവസത്തിൻ്റെ വ്രതം എടുക്കുക. എന്നിട്ട് ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യുക, നമ്മളെ ശരീരത്തെ ശുദ്ധിയാക്കുക, മനസ്സിനെ ശുദ്ധിയാക്കുക, പുതിയ ശീലങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം, പുതിയ കാര്യങ്ങളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട്.